ഹലോ, വീട്ടിൽ ചിക്കൻ വാങ്ങുന്ന ദിവസങ്ങളിൽ എന്നും ഒരേ രീതിയിൽ കറി വെച്ചും കഴിച്ചും മടുത്ത് കേട്ടോ. അങ്ങനെ ഇരുന്നപ്പോഴാണ് എൻ്റെ ഒരു ഫ്രണ്ട് വിളിച്ചിട്ട് ചോദിച്ചത്, നീ ലാലേട്ടൻ്റെ സ്പെഷ്യൽ ചിക്കൻ റെസിപ്പി ട്രൈ ചെയ്തായിരുന്നു എന്നാൽ പിന്നെ ഇതൊന്ന് ട്രൈ ചെയ്യാമെന്ന് വിചാരിച്ചു. അപ്പോൾ അതിന് വേണ്ടുന്ന സംഭവങ്ങളാണിത്. കുറച്ച് ചെറിയ ഉള്ളി, പച്ചമുളക്, ഇഞ്ചി, വെളുത്തുള്ളി, കറിവേപ്പില, ചുട്ട തേങ്ങ. ഇതിന് മെയിനായിട്ട് വേണ്ടത് ഈ ചുട്ട തേങ്ങയാണ് കേട്ടോ. ഞാനിത് ഗ്യാസിൽ വെച്ച് ചുട്ടെടുത്തതാണ്. അപ്പം ഞാൻ ചട്ടിയിൽ വെക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ ചട്ടി ചൂടായപ്പോൾ എണ്ണ ഒഴിച്ചു, കടുക് പൊട്ടിച്ചു. പിന്നെ ഈ ഇഞ്ചിയും വെളുത്തുള്ളിയും ചെറിയ ഉള്ളിയും പച്ചമുളകും എല്ലാം കൂടെ ചതച്ചത് ചേർത്ത് അതിന് ശേഷം ആ തേങ്ങയും കൂടെ ചതച്ച് ചേർത്ത് കേട്ടോ. ഒരുപാട് അങ്ങ് അരഞ്ഞു പോലെ ഒന്ന് ചതച്ചെടുത്താൽ മതി. പിന്നെ അതിലേക്ക് ചില്ലി ഫ്ലേക്സ്, പെരുംജീരകം, കുറച്ച് കുരുമുളക് പൊടി, മഞ്ഞൾപ്പൊടി, ആവശ്യത്തിന് ഉപ്പും ഇതെല്ലാം കൂടെ ചേർത്തിട്ട് നന്നായിട്ടത് മിക്സ് ചെയ്തെടുക്കണം കേട്ടോ. ഒരു 1/4 സ്പൂൺ ഗരം മസാലപ്പൊടിയും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. ചിക്കൻ മസാലയൊന്നും ചേർക്കുന്നില്ല, ഗരം മസാലപ്പൊടിയാണ് ചേർക്കുന്നത്. അപ്പോൾ ഇതെല്ലാം കൂടെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കണേ. ഇതിൻ്റെ ഈ ഒരു ചിക്കൻ കറിയുടെ സ്പെഷ്യൽ എന്ന് പറയുന്നത് ഇതിനകത്ത് ഒട്ടും വെള്ളം ചേർക്കുന്നില്ല കേട്ടോ. ആ ഒരു ചിക്കൻ്റെ വെള്ളത്തിൽ തന്നെ അത് വേവിച്ചെടുക്കുകയാണ് ചെയ്യുന്നത്. പക്ഷേ എൻ്റെ ചട്ടി അടിക്ക് പിടിക്കുന്നതായതുകൊണ്ട് ഞാനൊരു 2-3 സ്പൂൺ വെള്ളം കൂടെ ചേർത്തിട്ടാണ് ഇത് വേവിച്ചെടുത്തത്. പക്ഷേ ടേസ്റ്റിലൊന്നും ഒരു വ്യത്യാസവും ഇല്ലായിരുന്നു. നല്ല ടേസ്റ്റായിരുന്നു, ഒരു പ്രത്യേക ഒരു ടേസ്റ്റായിരുന്നു. അപ്പോൾ നിങ്ങൾ ട്രൈ ചെയ്യാത്തവരുണ്ടെങ്കിൽ ലാലേട്ടൻ്റെ ഈ സ്പെഷ്യൽ ചിക്കൻ കറി ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ. ചിക്കനൊക്കെ വെന്ത് നല്ല അടിപൊളിയായിട്ട് വന്നിട്ടുണ്ട്. ഒരുപാട് വെള്ളമൊന്നും ചേർത്തില്ലായിരുന്നു, ഒരു 2-3 സ്പൂൺ വെള്ളമേ ചേർത്തിട്ടുള്ളായിരുന്നു. നോൺ സ്റ്റിക്ക് പാനിലൊക്കെ ആണെങ്കിൽ ഒട്ടും വെള്ളം ചേർക്കേണ്ട ആവശ്യമില്ല കേട്ടോ. ഇതിപ്പം ചട്ടി അടിക്ക് പിടിക്കുന്നത് കൊണ്ടാണ് ഞാൻ അങ്ങനെ ചെയ്തത്. അപ്പോൾ എന്ത് പൊറോട്ടയുടെ കൂടെ കഴിച്ച് നോക്കട്ടെ കേട്ടോ. പൊറോട്ട പുറത്തുനിന്ന് വാങ്ങിയായിരുന്നു. അപ്പം നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. അപ്പോൾ ഇന്നത്തെ വിശേഷം ഇത്രയേ ഉള്ളൂ. ബായ്.